പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സെറ്റ് പരീക്ഷ കഴിഞ്ഞു, ഇനി അടുത്തത് വരാൻ പോവുകയാണ്. വരുന്ന ജൂലൈയിലായിരിക്കും മിക്കവാറും എക്സാം ഉണ്ടാവുക. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇനിയുള്ളതെന്ന് പറയുന്നത് ഇപ്പം മാർച്ചും ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഇങ്ങനെ 4 മാസങ്ങളാണ് നമ്മളുടെ കയ്യിലുള്ളത്. അപ്പോൾ ജൂലൈ ലാസ്റ്റ് വീക്ക് തന്നെ നമ്മൾക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ 4 മാസം കൊണ്ട് എങ്ങനെ നമ്മൾക്ക് സെറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇപ്പം ടോസ് അക്കാദമി എന്ന് പറയുന്നത് ഓൺലൈൻ കോച്ചിങ് സ്ഥാപനമാണ്. സെറ്റ്, നെറ്റ്, കേട്ടറ്റ്, HSST, LPSA, UPSA തുടങ്ങിയ ഒട്ടനവധി കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇവിടെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് സെറ്റ് ഇക്കണോമിക്സ് സ്റ്റുഡൻസിനുള്ളതാണ്. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ ഒക്കെ നോക്കുകയാണെങ്കിൽ അത് മാറി മാറിയായിട്ട് വരുന്നത്. ഇപ്പം കഴിഞ്ഞ സെറ്റ് പരീക്ഷയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ മൈക്രോ മാക്രോ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് നിന്ന് കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പക്ഷേ ഇക്കഴിഞ്ഞ ജാനിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ അത് ആ 3 മൊഡ്യൂളിൽ നിന്നും വളരെ കുറച്ച് ചോദ്യങ്ങളും, എന്നാൽ അതിൻ്റെ താഴെയുള്ള 3 പോർഷൻസ് ഇന്ത്യൻ ഇക്കോണമി, ഇക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, എൻവിറോൺമെൻറ്റൽ ഇക്കണോമിക്സ്, പബ്ലിക് ഫിനാൻസ് തുടങ്ങിയ യൂണിറ്റുകളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ പാറ്റേണും അതുപോലെ തന്നെ ഏരിയയും ഒക്കെ മാറി മാറി വരികയാണ്. അപ്പം നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം എല്ലാ യൂണിറ്റുകൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തു തന്നെ പഠിക്കേണ്ടതായിട്ടുള്ളൊരു ആവശ്യം വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ 4 മാസം കൊണ്ട് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട കുറച്ച് ഏരിയാസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം പല ആൾക്കാരും സെറ്റ് പരീക്ഷ എന്ന് പറയുന്നത് കുറച്ച് ഗ്യാപ്പ് എടുത്ത് എഴുതുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കുറച്ച് പേരെന്ന് പറയുന്നത് ഇപ്പം അധികം ടച്ച് വിടാതെ നമ്മൾ ഇതിലോട്ട് വന്നവരുണ്ട്. അപ്പം ഈ ഒരു എക്സാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോൺസെപ്റ്റ്സ് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഒരു പരന്ന വായന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്വസ്റ്റ്യൻസിൻ്റെ നേച്ചർ എന്ന് പറയുന്നത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിൽ നിന്നും മാറിയിട്ട് അസംഷൻസ് കൂടുതൽ തന്നിട്ട് വിച്ച് വൺ ഇസ് റോങ് അങ്ങനെയുള്ള ചോദ്യങ്ങളിലാണ് വരുന്നത്. അല്ലെങ്കിൽ കമ്പയർ ചെയ്യാൻ പറയും 2 തിയറികൾ തമ്മിൽ. അപ്പം ഒരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് കുറേ ചോദ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കോൺസെപ്റ്റും നല്ല രീതിയിൽ ക്ലിയർ ആയാലും മാത്രമേ നമ്മൾക്കത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം മൈക്രോ എക്കണോമിക്സ് എടുക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1 ഒരുപാട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ കൂടുതലായിട്ട് പഠിക്കേണ്ടത്, അതിൽ കഴിഞ്ഞ സെറ്റ് പരീക്ഷയ്ക്കൊക്കെ കൂടുതലായിട്ട് ചോദ്യം വന്നിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൻ്റെ ഗോസ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ആ ഇക്വിമാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി, പിന്നെ അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്, പിന്നെ ഈ ഇൻകം പ്രൈസ് ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ചോദ്യം ആ ഒരു പോർഷനിൽ എല്ലാ തവണയും വന്നിട്ടുണ്ട്. അത് പല ഗുഡ്സിൻ്റെ കേസിൽ നോർമൽ, ഇൻഫീരിയർ, ഗിഫൺ ഗുഡ്സ്, സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്, പിന്നെ ഈ ബാൻഡ് വാഗൺ സ്നോബ് ആൻഡ് വെബ്ലൻ ഇഫക്റ്റ്, അതിൻ്റെ എന്താണ് കോൺസെപ്റ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കമ്പാരിസൺ നോക്കുക. ചിലപ്പം ഇങ്ങനെ ചോദ്യം ചോദിക്കാറുണ്ട്, സ്നോബ് ഇഫക്റ്റ് എന്തിനു വരുന്നു, വെബ്ലൻ ഇഫക്റ്റ് ഇങ്ങനെയാണെങ്കിൽ സ്നോബ് ഇങ്ങനെയാണ്, അങ്ങനെയുള്ള രീതിക്കുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളത് നല്ല രീതിയിൽ തന്നെ പഠിക്കണം. പിന്നെ എംഗൽസ് ലോ പഠിക്കണം. അതുപോലെ ടൈപ്പ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് നോർമൽ ഗുഡ് എന്താണ്, ഇൻഫീരിയർ ഗുഡ് എന്താണ്, ഗിഫൺ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊക്കെ. പിന്നെ ഹിഗ്സ് ആൻഡ് സ്ലട്സ്കി സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്, ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ആ ഒരു ഇത് മാത്രമേ ചോദിക്കുള്ളൂ. ഇപ്പം ഹിഗ്സിൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് ആണെങ്കിൽ ആ ഒരു കൺസ്യൂമർ സെയിം ഇൻഡിഫറൻസ് കർവിൽ തന്നെയാണോ നിൽക്കുക, അതിൽ കോമ്പൻസേഷൻ വേരിയേഷൻ ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഏത് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റിൽ വരുന്നതാണ്, ഏതിലാണ് ഇൻഡിഫറൻസ് കർവിൽ നിന്ന് മൂവ് ചെയ്തിട്ട് പോകുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷനിൽ വരുന്നത്. പിന്നെ കൺസ്യൂമർ ഇക്വിലിബ്രിയം, അത് കഴിഞ്ഞ എക്സാമിനും ചോദിച്ചിരുന്നു. അതിൻ്റെ 2 കണ്ടീഷൻസ് എന്താണ്, അതുപോലെ തന്നെ ബഡ്ജറ്റ് ലൈനിൻ്റെ കാര്യങ്ങൾ ചോദിക്കും. പിന്നെ ക്രോസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡും പ്രൈസ് ഇലാസിറ്റി ഓഫ് ഡിമാൻഡും, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൊഡ്യൂൾ 2 വരുമ്പം കോബ് ഡഗ്ലസ് CS പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതുപോലെ തന്നെ ഐസോകോണ്ടിൻ്റെ ടൈപ്സ് ആൻഡ് ഫീച്ചേഴ്സ്, ഐസോ കോസ്റ്റ് എന്താണ്, പിന്നെ റിട്ടേൺസ് ടു സ്കെയിൽ അതിൻ്റെ കാൽക്കുലേഷൻ പാർട്ട്, പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്ലോഗ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, VES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നന്നായിട്ടൊന്ന് നോക്കി വയ്ക്കാം. പിന്നെ മൊഡ്യൂൾ 3 വരുമ്പം നമ്മളുടെ മാർക്കറ്റ് സ്ട്രക്ചറാണ്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് എല്ലാ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെയും അസംഷൻസും, അതുപോലെ തന്നെ മാർജിനൽ റവന്യൂ കർവും ആവറേജ് റവന്യൂ കർവ്, അതുപോലെ തന്നെ മാർജിനൽ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് കർവ്, അതിൻ്റെയൊക്കെ ഷേപ്സ് നോക്കി വെക്കണം. അതുപോലെ പിന്നെ അതിൽ പ്രധാനമായിട്ട് നോക്കേണ്ടത് ഈ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്താണ്, അത് 3 ഡിഗ്രീസാണ്. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി എന്താണ്, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി എന്താണെന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ എന്താണ് പ്രൈസ്
ലീഡർഷിപ്പ്, പിന്നെ ഗെയിം തിയറിയിൽ നാഷ് ഇക്വിലിബ്രിയം എന്താണ്, അതുപോലെ തന്നെ ഡൊമിനൻറ്റ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എന്താണ്, ആ കാര്യങ്ങൾ അത് ബേസിക് ആയിട്ടുള്ളത് നോക്കിയാൽ മതി. പിന്നെ ഡിയോപ്പൊളി, ഇപ്പോൾ ഒലിഗോപ്പൊളി വരുമ്പോൾ നമ്മൾ ഡിയോപ്പൊളി എന്താണെന്ന് നോക്കണം. അതുപോലെ തന്നെ ഒലിഗോപ്പൊളിയിൽ എന്തുകൊണ്ടാണ് കിങ്ഡ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് നോക്കണം. പിന്നെ പ്രിസണേഴ്സ് ഡൈലേമ, ഗെയിം തിയറി നോക്കുമ്പോൾ നമ്മൾ പ്രിസണേഴ്സ് ഡൈലേമ നോക്കണം. പിന്നെ മൊണോപ്പൊളി നമ്മൾ നോക്കുമ്പോൾ മൊണോപ്പൊളി പവർ, അതുപോലെ തന്നെ എക്സ് ഇൻഎഫിഷ്യൻസി എന്ന് പറയുന്ന കോൺസെപ്റ്റ്സ് ഒക്കെ നോക്കണം. മൊഡ്യൂൾ 4 വരുമ്പോൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് കാൾ മാർക്സിൻ്റെ ഓർഗാനിക് കമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ എന്നാണ്. പിന്നെ എന്താണ് ആരോസ് തിയോറം ഓഫ് ഇമ്പോസിബിലിറ്റി തിയറം, അതിൻ്റെ അസംഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കുക, ആക്സിയംസ് നോക്കുക. അതുപോലെ തന്നെ ബർജൻ സാമ്പിൾസിൻ്റെ സോഷ്യൽ വെൽഫെയർ ഫംഗ്ഷൻ, പിന്നെ അഡ്വേഴ്സ് സെലക്ഷൻ പ്രോബ്ലം, മാർക്കറ്റ് ഓഫ് ലെമൺ, അതൊക്കെ നോക്കണം. പിന്നെ ഇക്വിലിബ്രിയം, ജനറൽ ഇക്വിലിബ്രിയം ആൻഡ് വോൾറേസ് ഇൻ പാർഷ്യൽ ഇക്വിലിബ്രിയം ഒക്കെ, അത് പക്ഷേ വലിയതായിട്ട് ചോദിക്കുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ മൈക്രോയിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് ചെയ്ത് നോക്കുമ്പം ഒരുപാട് ചോദ്യങ്ങൾ ഔട്ട് ഓഫ് സിലബസ് വരുന്നുണ്ട്. ഈ ഔട്ട് ഓഫ് സിലബസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഏരിയാസൊക്കെ നമ്മളുടെ HSSTയുടെ സിലബസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കതിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ സെറ്റിൻ്റെ സിലബസ് മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ ജസ്റ്റ് ഒരു HSST ലെവലിലുള്ള സിലബസിൽ നിന്ന് കുറച്ച് പോർഷൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ പാരറ്റോ ഒപ്റ്റിമാലിറ്റി, കോൺട്രാക്റ്റ് കർവ്, പിന്നെ അതുപോലെ തന്നെ കൺസ്യൂമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ് സർപ്ലസ്, പിന്നെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ, അതുപോലെ തന്നെ തിയറി ഓഫ് സെയിൽസ് മാക്സിമൈസേഷൻ, ബോമോൾ, പിന്നെ മൊഡിഗ്ലാനി തിയറി, ബെയിൻസിൻ്റെ ലിമിറ്റ് പ്രൈസിങ്, മാനേജീരിയൽ ഡിസ്ക്രിപ്ഷൻ, ബിഹേവിയറൽ മോഡൽ, സെയിൽസ് റവന്യൂ മാക്സിമൈസേഷൻ, മാരിസ് മോഡൽ, അതുപോലെ തന്നെ സെൻസിൻ്റെ അമർത്യ സെന്നിൻ്റെ കേപ്പബിലിറ്റി അപ്രോച്ച് എന്താണ്, ദെൻ ലേബർ സപ്ലൈ കർവ് ഓഫ് ഇൻഫീരിയർ കൂട്ട്. അപ്പോൾ ഇത്രയും ഇത് ഒരു ഔട്ട് ഓഫ് സിലബസ് ആണ്, പക്ഷേ HSSTയുടെ സിലബസ് വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇതും കൂടെ നമ്മളുടെ പ്രിപ്പറേഷനിൽ ഉൾപ്പെടുത്തണം. പിന്നെ മാക്രോ എക്കണോമിക്സിലോട്ട് വരുമ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ വരുന്ന ISLM കർവ്, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മുണ്ടൽ ഫ്ലമിംഗ് മോഡൽ എന്ന് പറയുമ്പം ഇത് ISLM ഇന്ത്യ ഓപ്പൺ ഇക്കോണമി അപ്രോച്ചാണ്. അപ്പോൾ അതിൽ നമ്മൾ ജസ്റ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കർവ് വരുമ്പം IS കർവിൻ്റെയും LM കർവിൻ്റെയും ഷിഫ്റ്റ്, അതായത് അത് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റിലും ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എങ്ങനെ വരുന്നു എന്നുള്ളതാണ് അതിൽ പ്രധാനമായിട്ടും നോക്കേണ്ടത്. പിന്നെ മൊഡ്യൂൾ 2 വരുമ്പോൾ നമ്മളുടെ ഇഫക്റ്റുകൾ, അതുപോലെ കൺസംഷൻ്റെ കാൽക്കുലേഷൻ, അതുപോലെ തന്നെ കെയ്ൻസ്, പിഗു, വെൽത്ത് ആൻഡ് റിയൽ ബാലൻസ് ഇഫക്റ്റ്, പിന്നെ കെയ്നീഷ്യൻ തിയോറി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ കൺസംഷൻ്റെ തിയോറീസ്, റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്, പെർമനൻറ്റ് ഇൻകം ഹൈപ്പോത്തിസിസ്, അതുപോലെ തന്നെ ഡ്യൂസംബറിയുടെ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ്, മൊഡിഗ്ലാനിയുടെ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ്, പിന്നെ കെയ്ൻസിൻ്റെ കൺസംഷൻ തിയോറി, സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ തുടങ്ങിയ കൺസംഷൻ തിയറീസ് ഒക്കെ നന്നായിട്ട് നോക്കി വെക്കണം. ടോബിൻസ് ക്യൂ റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നാഷണൽ ആൻഡ് അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ഹൈപ്പോത്തിസിസും നോക്കണം. പിന്നെ മൊഡ്യൂൾ 3ഉം 4ഉം നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 4 എന്ന് പറയുന്നത് സ്കൂൾസ് ഓഫ് മാക്രോ ഇക്കണോമിക് തോട്ടാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എല്ലാ സ്കൂൾസും നമ്മൾ എഴുതി തന്നെ നമ്മൾ പഠിക്കണം. ബാരോ റിക്കാർഡിൻ ഇക്വിവാലൻസ് തിയറം എന്താണെന്നുള്ളത് നല്ലോണം നോക്കി വെക്കണം, കാരണം അതിൻ്റെ അസംഷൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ മൊഡ്യൂൾ 3ൽ വരികയാണെങ്കിൽ എല്ലാ കോൺസെപ്റ്റ്സും, സാക്രിഫൈസ് റേഷ്യോ, ഇൻഫ്ലേഷണറി ഗ്യാപ്പ്, ഒക്കോൺസ് ലോ, നാച്ചുറൽ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, ഫിലിപ്സ് കർവ്, മൾട്ടിപ്ലെയർ, ക്രൗഡിംഗ് ഔട്ട് ഇഫക്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, മൊഡ്യൂൾ 3ൽ നിന്നും നമ്മൾ പഠിക്കണം. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ഫോർ ഇക്കണോമിക് അനാലിസിസിൽ വരുമ്പം നമ്മൾക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി, അതിൻ്റെ ടൈപ്സ് ആൻഡ് തിയറി, അതായത് അഡീഷൻ തിയറി ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ തിയറി, അത് മൾട്ടിപ്ലിക്കേറ്റീവ് തിയറി, അതുപോലെ തന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്, പിന്നെ കോറിലേഷൻ ടൈപ്പ്, അതിൻ്റെ തന്നെ അതുപോലെ തന്നെ അതിൻ്റെ കാൽക്കുലേഷൻ, കോറിലേഷൻ കോഎഫിഷ്യൻറ്റ്, അതൊരു കാൾപിയേഴ്സിൻ്റെ കാൽക്കുലേഷൻ്റെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. പിന്നെ സ്ക്യൂനെസ്, കർട്ടോസിസ്, മൊമെൻറ്റ്സ്, മീനിൻ്റെ കാൽക്കുലേഷൻ, അതുപോലെ തന്നെ അത് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ യൂസ് ചെയ്തുകൊണ്ട് മീൻ കാൽക്കുലേറ്റ് ചെയ്യുക, സ്റ്റാൻഡേർഡ് എറർ, പോസോൺ ഡിസ്ട്രിബ്യൂഷൻ, ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ കാൽക്കുലേഷൻ, റേഞ്ച്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, അതെല്ലാം നോക്കണം. അതുപോലെ തന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ അസംഷൻസും നോക്കി വെക്കണം. മൊഡ്യൂൾ 3ൽ വരുമ്പോൾ ഫുൾ മാത്തമാറ്റിക്സ് ആണ്, കാൽക്കുലേഷൻ പാർട്ടാണ്. അത് മാർജിനൽ കോസ്റ്റ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ബ്രേക്ക് ഈവൻ പോയിന്റ്, അതുപോലെ എല്ലാ തരത്തിലുള്ള കാൽക്കുലേഷൻസും നമ്മൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. അതുപോലെ തന്നെ മെട്രിക്സ്, അതിൻ്റെ ടൈപ്സും അതിൻ്റെ അസംഷൻസും നോക്കി വെക്കുക, അതും
ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇനി മൊഡ്യൂൾ 3 ആൻഡ് 4 വരുമ്പോൾ മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് പക്ക എക്കണോമെട്രിക് മൊഡ്യൂളാണ്. അതിലുള്ള ടൈപ്പ് 1 എറർ എന്താ, ടൈപ്പ് 2 എറർ എന്താ, അതുപോലെ ഓട്ടോ കോറിലേഷൻ, മൾട്ടിക്കൊളിനിയാരിറ്റി, ഹെറ്ററോസ്കെഡാസിറ്റി, അതിൻ്റെ ഡെഫിനിഷൻ, ടൈപ്പ്, പിന്നെ അതിന് യൂസ് ചെയ്യുന്ന ടെസ്റ്റുകൾ, അതിൻ്റെ അസംഷൻസ് നോക്കണം. പിന്നെ ഈ ഒരു റെഡിങ്ങിൽ കൊടുത്തതെല്ലാം ഔട്ട് ഓഫ് സിലബസ്, നമ്മളുടെ സിലബസിൽ തന്നിട്ടില്ല, പക്ഷേ HSSCയുടെ സിലബസിൽ വന്നതും ഈ സെറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ടോപ്പിക്കുകളുമാണ്. അപ്പം അതുപോലെ തന്നെ ഗോസ് മാർക്കോ തിയറം, കോഎഫിഷ്യൻ്റ് ഓഫ് ആർ സ്ക്വയർ അഥവാ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ, റിഗ്രഷൻ്റെ ടൈപ്സ്, പിന്നെ അതുപോലെ തന്നെ ഡമ്മി വേരിയബിൾ ട്രാപ്പ്, മാക്സിമം ലൈക്ലിഹുഡ്, പിന്നെ പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് അപ്രോച്ചസ്, സ്റ്റേഷനാരിറ്റി, അതുപോലെ തന്നെ ഗ്രാഫ് ഓഫ് യൂണിവേരിയേറ്റ് ഔട്ട്ലേയേഴ്സ്, നോർമാലിറ്റി ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കണം. മൊഡ്യൂൾ 4 വരുമ്പം നമ്മളുടെ സാമ്പിളിംഗ് മെത്തേഡ്സ്, പ്രോബബിലിറ്റി ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്, പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റുകൾ, F ടെസ്റ്റ്, T ടെസ്റ്റ്, കൈ സ്ക്വയർ ടെസ്റ്റ്, അതുപോലെ തന്നെ 1 tail ആൻഡ് 2 tail ടെസ്റ്റ്, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, ഫിഷേഴ്സിൻ്റെ ഇൻഡെക്സ്. അത് നമ്മൾക്കിപ്പം സിലബസിലല്ലേ, ഇത് 2012 ഒക്കെ ആ ടൈമിൽ ഇൻഡെക്സ് എന്ന് പ്രൈസ് ഇൻഡെക്സ് ചോദിച്ചിരുന്നു. അത് പക്ഷേ ഇപ്പോൾ വീണ്ടും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ സെറ്റ് പരീക്ഷയ്ക്കും ഇതെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇനി നമ്മൾ യൂണിറ്റ് 4 വരുമ്പം ഡെവലപ്മെൻറ്റ് എക്സ്പീരിയൻസ് ഓഫ് ഇന്ത്യ ആൻഡ് കേരളയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. HDI ഇൻഡെക്സ് ചോദിക്കുന്നുണ്ട്, അതുപോലെ പോപ്പുലേഷൻ ചോദിക്കുന്നുണ്ട്, ലിറ്ററസി ചോദിക്കുന്നുണ്ട്, പിന്നെ സ്കീംസിൻ്റെ പേര് ചോദിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വരുന്നതാണ് കമ്മിറ്റേഴ്സ് ചോദിക്കുന്നുണ്ട്, ഇൻഡെക്സുകൾ, ഇന്ത്യയുടെ പൊസിഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കി വെക്കണം. GDP, GNI, ഗ്രോസ് നാഷണൽ ഇൻകം, അതെല്ലാം നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ യൂണിയൻ ബഡ്ജറ്റ് നന്നായിട്ടൊന്ന് നോക്കി വയ്ക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് സെക്സ് റേഷ്യോ, ലിറ്ററസി റേറ്റും മറ്റ് അനുബന്ധമായിട്ടുള്ള റേറ്റുകളും നന്നായിട്ടൊന്ന് നോക്കണം. പിന്നെ യൂണിറ്റ് 5 വരുമ്പം ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവറോൺമെൻറ്റൽ ഇക്കണോമിക്സ്. എൻവറോൺമെൻറ്റൽ ഇക്കണോമിക്സ് മുൻപൊന്നും അധികം ചോദ്യങ്ങൾ വന്നിട്ടില്ലെങ്കിലും ഈ കഴിഞ്ഞതിൽ ഒരുപാട് ചോദ്യങ്ങൾ ആ ഒരു പോർഷനിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് ഇനീക്വാളിറ്റി മെഷേഴ്സ്, മാർക്സ് മോഡൽ, ഹാരോഡോമ മോഡൽ, സോളോ മോഡൽ, ഡ്യുവലിസം, ലിവേഴ്സ് തിയറി, ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് തിയറി, ഇതെല്ലാം ക്രിട്ടിക്കൽ മിനിമം എഫേർട്ട് തീസിസ്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട തിയറീസ് ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ആണ്. ഓക്കെ, കാരണം ഇതിനെല്ലാം നമ്മൾക്ക് ഈ തിയറി വെച്ചിട്ട് നമ്മൾക്ക് എന്ത് വരുന്നുണ്ട്, ചോദ്യം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ PQLI, HDI, HPI, MPI, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ എൻവറോൺമെൻറ്റൽ എക്കണോമിക്സിലേക്ക് വരുമ്പം ഈ വാല്യുവേഷൻ മെത്തേഡ്സ് നോക്കണം. അതുപോലെ യൂസ് ഓപ്ഷൻ, യൂസ് വാല്യൂ, ഓപ്ഷൻ വാല്യൂ ആൻഡ് നോൺ യൂസ് വാല്യൂസ് നോക്കണം. പിന്നെ ഹെഡോണിക് പ്രോപ്പർട്ടി വാല്യൂസ്, ഇതിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ നിങ്ങൾ കഴിഞ്ഞ സെറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എൻവറോൺമെൻറ്റൽ ആൻഡ് നാച്ചുറൽ റിസോഴ്സ് ഇഷ്യൂസ് ഇൻ ഇന്ത്യ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വയ്ക്കാം. ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിതിൻ്റെ തിയറി പാർട്ടും വാല്യുവേഷൻ പാർട്ടും നമ്മൾ നന്നായിട്ട് തന്നെ പഠിച്ചിരിക്കണം. ഇനി യൂണിറ്റ് 6 വരുമ്പം മണി, ബാങ്കിങ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡാണ്. ഇതിൽ തന്നെ ഡിമാൻഡ് ഫോർ മണി ആൻഡ് സപ്ലൈ ഓഫ് മണി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ക്യാപിറ്റൽ മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് റിഫോംസ്, അത് നന്നായിട്ട് തന്നെ നോക്കണം. പിന്നെ പബ്ലിക് ഫിനാൻസിലോട്ട് വരുമ്പോൾ നമ്മളുടെ ആ ഒരു കാനൻസ് ഓഫ് ടാക്സേഷൻ നോക്കണം. പിന്നെ അതുപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണ്, അതുപോലെ വാഗ്നറിൻ്റെ ലോ എന്താണെന്ന് നോക്കണം. ഇതിന് ഡിഫറൻറ്റ് ഇമ്പാക്റ്റ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സ്, പബ്ലിക് ഡെറ്റ് ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഇറ്റ്സ് ഇഫക്ട്സ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഫൈനാൻസ് കമ്മീഷൻ നോക്കണം. അതുപോലെ തന്നെ നീതി ആയോഗിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും കൂടെ ഇതിൽ നോക്കണം. പിന്നെ ഈ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള സ്കീംസും സ്കീംസ് എല്ലാം നമ്മളൊന്ന് നോക്കി വെക്കണം. ഓക്കെ, അപ്പം എല്ലാ തിയറി ഓഫ് ഡിമാൻഡ്, അതുപോലെ സപ്ലൈ ഓഫ് മണി, ഹൈ പവേർഡ് മണി, മണി മൾട്ടിപ്ലെയർ, ടൈപ്സ് ഓഫ് മണി, അതുപോലെ തന്നെ കാനൻസ്, ഇപ്പം നമ്മൾ പറഞ്ഞത് തന്നെ വാഗ്നേഴ്സ് ലോ, കാനൻസ് ഓഫ് ടാക്സേഷൻ, പബ്ലിക് റവന്യൂ, അതുപോലെ ഇമ്പാക്റ്റ് ആൻഡ് ഇൻസിഡൻസ് ഓഫ് ടാക്സേഷൻ, ഫിനാൻസ് കമ്മീഷൻ, ഇതൊക്കെയാണ് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പബ്ലിക് ഫിനാൻസിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റും കൂടെ നന്നായിട്ടൊന്ന് നോക്കി വെക്കണം.
ഓക്കെ. ഇനി യൂണിറ്റ് 6 അതിൽ തിയറി ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, യൂണിറ്റ് 6 തന്നെ തിയറി ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡിലോട്ട് വരുമ്പോൾ ട്രേഡ് തിയറീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കണം. അതെല്ലാം ഒരു കുഞ്ഞു കുഞ്ഞു നോട്ടായിട്ട് എഴുതിയിട്ട് പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അസംഷൻസ് തന്നിട്ട് ചോദിക്കും വിച്ച് വൺ ഇസ് റോങ്. അങ്ങനെയാണ് ഇപ്പോൾ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അസംഷൻസും ആ തിയറി എന്തിനെയാണ് ഹൈലൈറ്റ് ചെയ്യണം എന്നുള്ളത് നോക്കി വെക്കണം. പിന്നെ ടാരിഫ് ആൻഡ് കോട്ട, കോമ്പോണൻസ് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നോക്കണം. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് റേറ്റ് അതിപ്പോൾ എത്രയാണ് വരുന്നത്, എങ്ങനെയാണ് അത് ചേഞ്ച് ചെയ്യുന്നത്, അതെങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നു എന്നുള്ളതെല്ലാം നോക്കാം. ഓക്കെ. പിന്നെ നമ്മൾക്ക് എഗ്രിമെൻറ്റ്സ്, അത് ഫോംസ് ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ, അതായത് ഓരോ ട്രേഡ് എഗ്രിമെൻറ്റ്സ് അതെന്തിനെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ നോക്കി വെക്കേണ്ടതുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾക്ക് സെറ്റ് എക്സാമിന് ഈ ഒരു 4 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ പോർഷൻസ് നിങ്ങൾ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ. അപ്പം എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. ഇനിയും സെറ്റ് എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ടോസ് അക്കാദമി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രീവിയസ് വീഡിയോസ് കാണാനായിട്ടും ടോസ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിൽ പോവുക. അതുപോലെ തന്നെ ഇനി വരുന്ന വീഡിയോസും നിങ്ങൾ യൂട്യൂബ് ചാനലിൽ കയറി കാണുക. ഓക്കെ. താങ്ക് യു.